ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊന്നും നല്ല ചൂടായിട്ടുണ്ട്, മൊരിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്തിന് കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അത് ഇത്രയും ചൂടാവുന്ന സമയത്തിന് ഇനി ഞാൻ ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 150 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ഇതുപോലെ ചതച്ചെടുത്തണം. അധികം ചതഞ്ഞ് പോകരുത്, ചെറിയ രീതിയിൽ ചതച്ചെടുത്താൽ മതിയാകും. ഒരു 2 പച്ചമുളക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കാണ് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന സമയത്തിന് നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതിയാകും. ഈ സമയത്തിന് സവാള ചേർത്ത് കൊടുക്കാം. വലിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അതിലോട്ടപ്പോൾ ചെറിയ ഉള്ളിയും സവാളയും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒന്നുകിൽ ചെറിയ ഉള്ളി കൂട്ടുകയും ചെയ്യാം, സവാള കുറയ്ക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ ഈ സമയത്തിന് ഉപ്പൊന്നും